പുതിയ മിനിമം ബാലൻസ് നിയമങ്ങൾ ഡിസംബർ 10 മുതൽ പ്രാബല്യത്തിൽ വരും. ബാങ്കുകൾ ഇനി സേവിങ്സ് അക്കൗണ്ടിനും കറന്റ് അക്കൗണ്ടിനും ഒരു പോലെ സ്റ്റാൻഡേർഡ് മിനിമം ബാലൻസ് റൂൾസ് പാലിക്കണം. ഉപഭോക്താക്കൾക്ക് ക്ലാരിറ്റിയും പെനാൽറ്റി വ്യത്യാസങ്ങൾ ഒഴിവാക്കലും ആണ് ലക്ഷ്യം. സേവിങ്സ് അക്കൗണ്ടിൽ മെട്രോ നഗരങ്ങളിൽ 3000 രൂപയും സെമി ഉർബൻ മേഖലയിൽ 1500 രൂപയും മിനിമം ബാലൻസായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ബാങ്കുകൾ ഒന്നായി പാലിക്കേണ്ടത് ആണ്. മുമ്പ് ബാങ്കുകൾ ഓരോന്നും വേറെ വേറെ റൂൾസ് പ്രയോഗിച്ചതിനാൽ ഉപഭോക്താക്കൾക്ക് കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. കറന്റ് അക്കൗണ്ടുകളിൽ 12,000 നിന്ന് 30,000 വരെ ടയർ പ്രകാരം മിനിമം ബാലൻസ് നിർണ്ണയിക്കണം. ബിസിനസ് ഉപഭോക്താക്കളുടെ ട്രാൻസാക്ഷൻ ലോഡ് കണക്കിലെടുത്താണ് ഇത് വീണ്ടും സ്റ്റാൻഡേർഡ് രീതിയിൽ ഉള്ളത്. മിനിമം ബാലൻസ് നിലനിർത്താത്തപ്പോൾ 100 രൂപയിൽ നിന്ന് 500 രൂപ വരെ പെനാൽറ്റി സാധ്യമാണ്. പക്ഷേ പെനാൽറ്റി ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ബാങ്ക് SMS ഇമെയിൽ അലർട്ട് നൽകണം. ഉപഭോക്താവിന് അറിയിപ്പില്ലാതെ പെനാൽറ്റി വരാൻ പാടില്ല. സീറോ ബാലൻസ് PSBDA അക്കൗണ്ടുകൾക്ക് ഈ നിയമങ്ങൾ ബാധകമല്ല. ഏതൊരാൾക്കും ആധാർ, പാൻ, വോട്ടർ ID പോലുള്ള ബേസിക് ഐഡന്റിറ്റികൾ കാണിച്ച് സീറോ ബാലൻസ് അക്കൗണ്ട് തുറക്കാം. ഇതിൽ മിനിമം ബാലൻസ് വേണ്ടതില്ല, പെനാൽറ്റിയും ഇല്ല. RBIയുടെ ഇത് പുതിയ സ്റ്റാൻഡേർഡ് റൂൾസ് ഉപഭോക്താക്കൾക്ക് ഓരോ ബാങ്കിലും ഒരേ നിയമം എന്ന 3 ഒരേ നിയമം എന്ന ഉറപ്പു നൽകും. ബാങ്ക് മാറുമ്പോൾ ബാലൻസ് ഷരത്തുകൾ ഒന്നുപോലെ ആകുന്നതിനാൽ കൺഫ്യൂഷൻ ഇല്ലാതാകും. സൗജന്യ അലർട്ടുകൾ പെനാൽറ്റികളുടെ പാരദർശിതയും ഉറപ്പാക്കും. ഒടുവിൽ സേവിങ്സ് കറന്റ് അക്കൗണ്ടുള്ള എല്ലാവരും തങ്ങളുടെ ബാലൻസ് തോറും പരിശോധിക്കണം. സീറോ ബാലൻസ് ആഗ്രഹിക്കുന്നവർക്ക് PSBDA അക്കൗണ്ട് മികച്ച ആൾട്ടർനേറ്റീവ് ആണ്. ഫിനാൻസ് നുറുക്കങ്ങൾ വിശദമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കാരുണ്യ ഫിനാൻസ് മീഡിയയുടെ ഈ വിവരം ഒന്നും ഒഴിവാക്കരുത്. Don't forget to subscribe.